യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 43-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും കർത്താവ് നിൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. കർത്താവാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിന്നെ നടത്തുന്നത്. നിന്റെ പാദങ്ങൾക്ക് വിളക്കായി, പ്രകാശമായി, അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് നിനക്ക് നേർവഴി കാട്ടുന്നത് ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ലോകത്തിൻ്റെ മുന്നിലുള്ള തിന്മകളിൽ നിന്നും മാറി നിന്ന് ദൈവത്തോടൊപ്പം യാത്ര ചെയ്താൽ സ്വർഗീയ ഭവനത്തിലേക്കായിരിക്കും നമ്മുടെ യാത്ര. വിശുദ്ധഗിരിയിലേക്കും അവൻ വസിക്കുന്നിടത്തേക്കായിരിക്കും അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്വർഗരാജ്യം നേടുവാൻ ദൈവത്തോടൊപ്പം യാത്ര ചെയ്താൽ മതി. എളിമപ്പെട്ടുകൊണ്ട് ദൈവം തരുന്നതെല്ലാം നന്മയ്ക്കായാണ്. ഒന്നും എൻ്റെ കഴിവുകൊണ്ട് നേടിയതല്ല. ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം ദൈവാനുഗ്രഹത്താൽ ലഭിച്ചതാണ്, ദൈവകൃപയാൽ ലഭിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ, നിരന്തരം ആ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. കാരണം അവനാണ് നിന്നെ നയിക്കുന്നത്. അവൻ്റെ കൃപയാലാണ് നീ ഓരോ നിമിഷവും പിന്നിടുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയതിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് ഇടപെട്ട് അത് നമുക്ക് നേടിത്തരുന്നതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനും കുടുംബസമാധാനത്തിനുമായി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിച്ചതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകകർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ രാജാധിരാജനും സർവാധിപനും സർവശക്തനുമായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ജ്ഞാനത്താലും വിവേകത്താലും നമ്മൾ നയിക്കപ്പെടുവാനും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.